ഒരുപാട് കാരണങ്ങളുണ്ട് ഫെഡറൽ സംവിധാനത്തിന് പാര വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അതിൽ ഒന്നാണ് 15ാം ധനകാര്യ കമ്മീഷൻ. 15ാം ധനകാര്യ കമ്മീഷനിൽ എന്താ ചെയ്തത്? ധനകാര്യ കമ്മീഷൻ, അതായത് സെൻട്രൽ പൂള്. എന്താണ് ഈ സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതികൾ. ഏതൊക്കെ നികുതികളാണ്? പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇതാണ് 4 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ കേന്ദ്രത്തിനുള്ളത്. ആ 4, അതുകൂടാതെ GST ഉണ്ട് കേട്ടോ, 50%. അത് പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. ഡയറക്റ്റ് അത് കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് പങ്കിടുകയാണ്. അപ്പൊ ഈ ഡയറക്റ്റ് ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതാണ് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ പൂളിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിഹിതം കൊടുക്കുന്നത്. അങ്ങനെ ആ സെൻട്രൽ പൂളിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സെൻട്രൽ പൂളിൽ നിന്ന് കൊടുക്കേണ്ട മാനദണ്ഡങ്ങളിൽ മാനിപ്പുലേഷൻ വരുത്തുക. എന്തൊക്കെ മാനിപ്പുലേഷൻസ് ആണ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയത്? ആദ്യം തന്നെ 1971 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ ആണ് 14ാം ധനകാര്യ കമ്മീഷൻ വരെയുള്ള എല്ലാ കമ്മീഷൻസും സ്വീകരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു? പിന്നെ 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോ 2014 മോദി ഭരണത്തിൽ വന്നതിന് ശേഷം 15ാം ധനകാര്യ കമ്മീഷനോട് പറഞ്ഞിരിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ നേരിട്ട്, പക്ഷെ പറഞ്ഞാലേ ഇങ്ങനെ സംഭവിക്കൂ. 2011 പോപ്പുലേഷൻ പിന്നെ നോം ബേസ് ആയിട്ട് എടുക്കാൻ. അങ്ങനെ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ എടുത്തപ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1970 കൊണ്ടുവന്ന പോപ്പുലേഷൻ നയം എന്തായിരുന്നു? പോപ്പുലേഷൻ നയം പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരിക. അതിന് ടെക്നിക്കലി പറയുകയാണെങ്കിൽ റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിൽ എത്തുക. അതായത് സ്റ്റേബിൾ പോപ്പുലേഷൻ ഗ്രോത്തിൽ എത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പറയാൻ അറിയാം, പക്ഷെ സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച്, അതായത് നിങ്ങളുടെ സമയം മെനക്കെടുത്തരുതെന്ന് വിചാരിച്ച് ഞാൻ അത് പറയുന്നില്ല. അപ്പം ഈ പോപ്പുലേഷൻ ഇങ്ങനെ 1971 പോപ്പുലേഷൻ ബേസ് 2011 ഷിഫ്റ്റ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? പോപ്പുലേഷൻ പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പോപ്പുലേഷൻ പോളിസിയാണ്. അതായത് ഇന്ത്യയിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകാതിരിക്കാൻ പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരിക, പട്ടിണി അകറ്റുക, ഡെവലപ്മെന്റ് സാധ്യമാകുക, GDP വളരുക, പെർ ക്യാപിറ്റ ഇൻകം വളരുക, ഇത്തരം ലക്ഷ്യങ്ങൾ വെച്ചാണ് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ആ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവരൊക്കെ വിക്ടിംസ് ആയി ഈ ഒറ്റ മാറ്റം കൊണ്ട്. അതായത് 1971 പോപ്പുലേഷൻ ബേസ് മാറ്റി 2011 പോപ്പുലേഷൻ ബേസ് എടുത്തപ്പോഴേക്കും കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കാം. 1971 കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 3.83% അത് 2011 പോപ്പുലേഷൻ ആയപ്പോഴത്തേക്കും 2.71 കുറഞ്ഞു. അപ്പൊ ആദ്യത്തെ നോം കൊണ്ട് തന്നെ നമുക്കുള്ള വിഹിതം കുറഞ്ഞു. ഇതുപോലെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും വിഹിതം കുറഞ്ഞു. ഇനി അത് 2, 3 ഇനിയുള്ള നോംസ് എല്ലാം പറയാം, പക്ഷെ എല്ലാ നോംസിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെതിരായിട്ട് കേരളവും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഒക്കെ പ്രസിഡന്റിന്റെ അടുത്ത് മെമ്മോറാണ്ടം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയത്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു അവസ്ഥ, അതിലേക്കാണ് ഞാൻ വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ്, അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഈ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ഡീൽ ചെയ്തതിന്റെ ഫലമാണ് എന്ന് നീതി ആയോഗിൽ നിന്ന് റിസൈൻ ചെയ്ത് അമേരിക്കയിലേക്ക് തിരിച്ചുപോയ അനന്ത് സുബ്രഹ്മണ്യൻ തന്നെ ആർട്ടിക്കിൾ വഴിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം പിണങ്ങി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഇതൊന്നും നീതിയുക്തമല്ലെന്ന്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും നീതി ആയോഗിൽ നടന്നതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് തന്റെ സ്വന്തം ലാവണത്തിലേക്ക് പോയത്. ഇപ്പൊ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്ന പനഗാരിയ, പുള്ളിയും ഇതുപോലെ തന്നെ നീതി ആയോഗിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കാലം പൂർത്തിയാകുന്നതിന് മുൻപ് തിരിച്ചു പോയത്. ഇപ്പൊ വീണ്ടും ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പെടുത്തണം, ശക്തമായ രീതിയിൽ പ്രതിഷേധം സംസ്ഥാനങ്ങളുടെ. അപ്പൊ അതാണ് ഒന്നാമത്. അതായത് ഫിനാൻസ് കമ്മീഷൻ നോംസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളുടെ ഷെയർ കുറയ്ക്കുക, അതാണ്. അതുപോലെ തന്നെ അതിലെ മറ്റു നോംസ് പറഞ്ഞാൽ ഇതിനേക്കാളും വെനമസ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് ആണെന്ന് നമുക്ക് തോന്നും. അതിലേക്ക് ഞാൻ ഇനി
ഇപ്പൊ കിടക്കുന്നില്ല. അപ്പൊ അതൊന്ന്. പിന്നെ ഇനി വേറൊരു മാർഗം കേന്ദ്രം ഉപയോഗിക്കുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും കൂടി പങ്കിട്ട് ചെലവഴിക്കുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട്. അത് UPA ഗവൺമെന്റ് കാലത്ത് 68 സ്കീംസ് ഉണ്ടായിരുന്നു. ആ സ്കീംസിനെ എല്ലാം ചുരുക്കി അംബ്രല്ല സ്കീംസ് എന്ന് പറഞ്ഞ് 28 ആക്കി കുറച്ചു BJP ഗവൺമെന്റ് 2014 ശേഷം 28 സ്കീംസ് ആക്കി. UPA ഗവൺമെന്റിന്റെയും അതായത് ഇതിന്റെ ആരംഭകാലം മുതൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിച്ച കാലത്തൊക്കെ 60:40 ആയിരുന്നു ഒട്ടുമിക്ക സ്കീംസിന്റെയും. സെൻട്രൽ ഗവൺമെന്റ് 60%, 40% സംസ്ഥാനങ്ങള്. അതിന് പകരം ഇവരെന്ത് ചെയ്തു? ഈ 68 സ്കീംസിനെ 28 ആക്കി കുറച്ചു എന്ന് മാത്രവുമല്ല, 25, 20, 10, അതായത് കേന്ദ്രത്തിന്റെ ഷെയർ 25%, 15%, 10% എന്ന തരത്തിൽ കുറച്ചിട്ട് സംസ്ഥാനങ്ങളുടെ ഷെയർ കൂട്ടി. അതാണ് ചെയ്തത്. അതിൽ ഒട്ടും കൈകടത്താത്ത ഒറ്റ സ്കീമാണ് അതായത് തൊഴിലുറപ്പ് പദ്ധതി. അതിനകത്ത് തുടക്കത്തിൽ തന്നെ UPA ഗവൺമെന്റ് 90:10 90:10 ഇതായിരുന്നു വെച്ചിരുന്നത്. അതിലിപ്പോഴും മാറ്റം വന്നിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക സ്കീംസിലും ഇതുപോലെ മാറ്റം വന്നു. കേന്ദ്രത്തിന് ഫേവറബിൾ ആയിട്ടും സംസ്ഥാനങ്ങൾക്ക് അതായത് സംസ്ഥാനങ്ങളെ ധനപരമായിട്ട് ഞെരുക്കുക, എന്നിട്ട് കേന്ദ്രം കൂടുതൽ ഫണ്ട് എടുത്ത് തോന്നിയതുപോലെ ചെലവഴിക്കുക. ഇതൊക്കെ തന്നെയാണ്. രാമജന്മഭൂമിയൊക്കെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അവിടെ ബഹുകോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അപ്പൊ ഗവൺമെന്റിനും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ വിചാരിക്കുക. ഇനി അങ്ങനെ അപ്പൊ അത് അങ്ങനെ നിൽക്കട്ടെ. ഇനിയും വേറെയും ഉണ്ട് സെസ് ആൻഡ് സർചാർജ്. സെസ്സും സർചാർജും 270 വകുപ്പ് കോൺസ്റ്റിറ്റ്യൂഷന്റെ 270 വകുപ്പ് അനുസരിച്ച് സെസ്സും സർചാർജും ടാക്സ് ഓൺ ടാക്സ് ആണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും സെസ്സും സർചാർജും ഈടാക്കാം. പക്ഷെ ഒരു പരിധിയുണ്ട്. കേന്ദ്രം 2018 വരെ സെസ് ആയിട്ടും സർചാർജ് ആയിട്ടും കളക്ട് ചെയ്തിരുന്നത് 18% 2023 ആയപ്പോഴേക്കും അത് 133% വർധനവുണ്ടായി. എന്ന് വെച്ചാല് ഈ സെസ് വഴിയും സർചാർജ് വഴിയും കേന്ദ്രം, അതായത് നാഷണൽ ഹൈവേ സർചാർജ്, ആ സർചാർജ് എന്നൊക്കെയുള്ള രീതിയിൽ സർചാർജും സെസ്സും വഴിയായിട്ട് വലിയ തോതില് ധനാഗമനം നടത്തി, ധനസമാഹരണം നടത്തി കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ ധനസമാഹരണം നടത്തുമ്പോഴത്തേക്ക് ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് വരുന്ന പണമാണ്. സെസ് ആണെങ്കിലും സർചാർജ് ആണെങ്കിലും അതായത് സെൻട്രൽ എക്സൈസ് ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും ഇതൊക്കെ അവസാനം വന്നു വീഴുന്നത് ജനങ്ങളുടെ തലയിലാണ് ഏതെങ്കിലും ഒക്കെ തരത്തില്. അപ്പൊ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരുപാട് ഫണ്ട് കേന്ദ്രം തന്നെ സമാഹരിച്ചു കൊണ്ടുപോകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് പങ്കിടാൻ അതിൽ നിന്ന് കുറവേ കിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഡിസ്റ്റോഷണറി പ്രിൻസിപ്പിൾസ്, അതായത് എന്താ പറയുക, പിടിച്ചു വാങ്ങുക, സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ആ സ്വഭാവം അതും ഈ കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ ഉള്ള നയങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇപ്പോ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുഖവുരയില്ലാതെ തന്നെ പറയേണ്ടതാണ്. ഇതിനെ ശക്തമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ടതാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള അവകാശവും അവസരവും ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരം തിരിമറികൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ ജനങ്ങളോട് പറയുന്നില്ല, വോട്ടേഴ്സിനോട് പറയുന്നില്ല. ഇത് പാടില്ല എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്.